മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 22 മുതൽ 26 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അവർ ബേത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. പ്രിയ ദൈവമക്കളെ, യേശു ബേത്സയിദയിൽ എത്തിയപ്പോൾ ചിലർ ഒരു കുരുടനായ മനുഷ്യനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ ആഗ്രഹിച്ചത് യേശു അവനെ തൊഴണമെന്നായിരുന്നു. അവർക്കറിയാം യേശുവിന്റെ സ്പർശനത്തിൽ സൗഖ്യമുണ്ട്. പക്ഷെ യേശു ആ മനുഷ്യനെ അവിടത്തെ ജനക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് സൗഖ്യമാക്കിയില്ല. അവൻ ആ കുരുടന്റെ കൈ പിടിച്ച് ഗ്രാമത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. ഇത് വളരെ ആഴമുള്ളൊരു ആത്മീയ മർമ്മമാണ്. യേശുവിന് അവനെ അവിടെ തന്നെ സൗഖ്യമാക്കാമായിരുന്നു. ഒരു വാക്ക് മതി, അല്ലെങ്കിൽ ഒരു സ്പർശനം മതി. പക്ഷേ അവൻ ആദ്യം കണ്ണിനെയല്ല, പരിസരത്തെയാണ് കൈകാര്യം ചെയ്തത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ആദ്യം പ്രശ്നത്തെ തൊടുന്നതിന് മുമ്പ് നമ്മെ ചില ഇടങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. ചില കൂട്ടങ്ങളിൽ നിന്ന് മാറ്റും. ചില ശബ്ദങ്ങളിൽ നിന്ന് അകറ്റാറുണ്ട്. ചില പഴയ സ്വാധീനങ്ങളിൽ നിന്ന് വേർതിരിക്കും. നാം കരുതും ദൈവം പല കാര്യങ്ങളും താമസിപ്പിക്കുകയാണ്. എന്നാൽ ദൈവം സൗഖ്യത്തിനുള്ള അന്തരീക്ഷം ഒരുക്കുകയാണെന്ന് മനസ്സിലാക്കണം. ബേത്സയിദ ഒരു സാധാരണ ഗ്രാമമല്ല. യേശു പല അത്ഭുതങ്ങൾ ചെയ്തിട്ടും മാനസാന്തരം വരാത്ത സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ബേത്സയിദ. വെളിച്ചം കണ്ടിട്ടും ഹൃദയം തുറക്കാത്ത ജനത്തിന്റെ ഇടമായിരുന്നു ബേത്സയിദ. അതുകൊണ്ടായിരിക്കാം യേശു ആ മനുഷ്യനെ അവിടുത്തെ ആത്മീയ അന്ധതയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. കണ്ണ് കുരുടനായ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ ചിലപ്പോൾ ഹൃദയം കുരുടായ പരിസരത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരും. അതിനുശേഷം യേശു അവന്റെ കണ്ണുകളിൽ തൊട്ടു. അവൻ നോക്കിയപ്പോൾ മനുഷ്യരെ മരങ്ങളെ പോലെ നടക്കുന്നതായാണ് കണ്ടത്. അതായത് അവൻ പൂർണ്ണമായി കണ്ടില്ല, മങ്ങിയ കാഴ്ച ലഭിച്ചു. ഇവിടെയാണ് ഈ സംഭവം മറ്റു പല സൗഖ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. യേശുവിന്റെ ശക്തി കുറവായതുകൊണ്ടല്ല 2 ഘട്ടം വന്നത്. ആ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം ഒരു പഠനം സ്ഥാപിക്കുകയായിരുന്നു. ആത്മീയ ജീവിതത്തിലും പലർക്കും ആദ്യത്തെ സ്പർശനം ലഭിക്കും, പക്ഷെ കാഴ്ച ഇപ്പോഴും മങ്ങിയിരിക്കും. ദൈവത്തെ കുറിച്ച് കാണും, മനുഷ്യരെ തെറ്റായി കാണും, സാഹചര്യങ്ങളെ വലുതായി കാണും, ശത്രുവിനെ ശക്തനായി കാണും, സ്വന്തം ജീവിതത്തെ വിലയില്ലാത്തതായി കാണും. യേശുവിന്റെ സ്പർശനം കിട്ടിയിട്ടും കാഴ്ച ശരിയായില്ലെങ്കിൽ വീണ്ടും യേശുവിന്റെ മുമ്പിൽ നിൽക്കാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് യേശു രണ്ടാമതും അവന്റെ കണ്ണുകളിൽ കൈവച്ചത്. പിന്നെ അവൻ എല്ലാം വ്യക്തമായി കണ്ടു. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം. ആദ്യത്തെ സ്പർശനം അനുഭവം തരാം, രണ്ടാമത്തെ സ്പർശനം വ്യക്തത തരും. ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ജീവിതത്തിലെ ചില കാര്യങ്ങൾ മങ്ങിയതായി തോന്നുന്നുണ്ടെങ്കിൽ, ദൈവഹിതം വ്യക്തമല്ല, തീരുമാനങ്ങൾ വ്യക്തമല്ല, ബന്ധങ്ങൾ വ്യക്തമല്ല, ശുശ്രൂഷയുടെ ദിശ വ്യക്തമല്ല, അപ്പോൾ ലജ്ജിക്കേണ്ടതില്ല. വീണ്ടും കർത്താവിന്റെ മുമ്പിൽ തന്നെ നിൽക്കണം. കർത്താവെ, ഞാൻ കാണുന്നു, പക്ഷെ വ്യക്തമായി കാണുന്നില്ല, വീണ്ടും എന്നെ ഒന്ന് തൊടണമേ എന്ന് പറയാൻ നാം കഴിയണം. ഇത് ബലഹീനന്റെ പ്രാർത്ഥനയല്ല, ഇത് ആത്മീയ സത്യസന്ധതയുടെ പ്രാർത്ഥനയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് വലിയൊരു ആവശ്യം കണ്ണു തുറക്കലല്ല, വ്യക്തമായ കാഴ്ചയാണ്. ദൈവത്തെ വ്യക്തമായി കാണണം, സ്വന്തം ഹൃദയം വ്യക്തമായി കാണണം, പാപത്തിന്റെ അപകടം വ്യക്തമായി കാണണം, വിളിയുടെ വില വ്യക്തമായി കാണണം, നിത്യതയുടെ ഗൗരവം വ്യക്തമായി കാണണം. മങ്ങിയ കാഴ്ചയുള്ളവർ മനുഷ്യരെ മരങ്ങളായി കാണും. അതായത് മനുഷ്യരെ ശരിയായി തിരിച്ചറിയാൻ കഴിയില്ല. ചിലരെ അനാവശ്യമായി വലുതാക്കും, ചിലരെ തെറ്റായി വിലയിരുത്തും, ചിലരുടെ സ്വാധീനം തിരിച്ചറിയാതെ പോകും. ആത്മീയ കാഴ്ച ശരിയല്ലെങ്കിൽ ജീവിതത്തിലെ തീരുമാനങ്ങളും തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം വളരെ ആവശ്യമാണ്. കർത്താവിന്റെ രണ്ടാമത്തെ സ്പർശനം ആവശ്യമുണ്ട്. വചനത്തിന്റെ കണ്ണാടി അത് ആവശ്യമുണ്ട്. യേശു അവസാനം അവനെ ഗ്രാമത്തിലേക്ക് തിരികെ അയച്ചില്ല. യേശു വളരെ കർക്കശമായിട്ട് പറഞ്ഞു, ഗ്രാമത്തിൽ പോകരുത് എന്ന് പറഞ്ഞു. ഇത് വെറും യാത്രാ നിർദ്ദേശമല്ല, ഒരു ആത്മീയ നിർദ്ദേശമാണ്. ദൈവം പുറത്തെടുത്ത് സൗഖ്യമാക്കിയ ഇടത്തേക്ക് പഴയ പോലെ വീണ്ടും മടങ്ങിപ്പോകരുത് എന്നൊരു താക്കീതാണ് യേശു നമ്മളെ വെളിപ്പെടുത്തുന്നത്. ചില പഴയ പരിസരങ്ങൾ വീണ്ടും കാഴ്ച മങ്ങിയേക്കാം. ചില പഴയ സൗഹൃദങ്ങൾ ആത്മീയ വ്യക്തത കളയും. ചില പഴയ ശീലങ്ങൾ വീണ്ടും അന്ധതയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ദൈവം വിടുതൽ നൽകിയ ശേഷം പഴയയിടത്തേക്ക് മടങ്ങുന്നത് ഏറ്റവും വലിയൊരു അപകടമാണെന്നാണ് ഈ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്നത്. ഇന്ന് കർത്താവ് നമ്മയും കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശബ്ദങ്ങളിൽ നിന്ന് നിശബ്ദതയിലേക്ക്, തിരക്കിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക്, മങ്ങിയ കാഴ്ചയിൽ നിന്ന് ഒരു വ്യക്തതയിലേക്ക്, മനുഷ്യരുടെ സ്വാധീനത്തിൽ നിന്ന് ദൈവത്തിന്റെ ഹിതത്തിലേക്ക് മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ കാഴ്ച മങ്ങിയിട്ടുണ്ടെങ്കിൽ, മുന്നിലുള്ള വഴി വ്യക്തമല്ലെങ്കിൽ, പല കാര്യങ്ങളും കലങ്ങിയതായി തോന്നുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ കൈ ഇപ്പോഴും നിങ്ങളുടെ കണ്ണുകളിൽ തൊടാൻ ശക്തമാണ്. അവൻ കണ്ണു തുറക്കുന്നവൻ മാത്രമല്ല, കാഴ്ച വ്യക്തമാക്കുന്നവനാണ്. അവൻ സൗഖ്യം തരുന്നവൻ മാത്രം
മാത്രമല്ല ദിശയും തരുന്നവനാണ്. അവൻ സ്പർശിക്കുന്നവൻ മാത്രമല്ല, പഴയ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് നടത്തി പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രാർത്ഥന മാറേണ്ടതായിട്ടുണ്ട്. കർത്താവെ, എന്റെ കണ്ണുകൾ മാത്രം തുറക്കണമേ എന്നല്ല, എന്റെ കാഴ്ചയൊന്ന് വ്യക്തമാക്കണമേ. എനിക്ക് തെറ്റായി കാണുന്ന കാര്യങ്ങളെ ശരിയായി കാണാനുള്ള കൃപ തരണമേ. എന്നെ ആത്മീയ കാഴ്ച മങ്ങിക്കുന്ന പരിസരങ്ങളിൽ നിന്ന് എന്നെ വേർതിരിക്കണമേ. അവിടുത്തെ ഹിതവും അവിടുത്തെ വഴിയും അവിടുത്തെ സമയവും വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു ഹൃദയം എന്നിൽ നിന്ന് പകരണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം നിങ്ങളിൽ വെളിപ്പെടും. ദൈവം ചിലപ്പോൾ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് പരിസരം മാറ്റും. അവൻ ചിലപ്പോൾ ആദ്യ സ്പർശനത്തിൽ അനുഭവം നൽകും, വീണ്ടും തൊട്ട് വ്യക്തത നൽകും. അതിനാൽ കർത്താവിന്റെ കയ്യിൽ നമ്മെ തന്നെ സമർപ്പിച്ച് മങ്ങിയ കാഴ്ചയിലല്ല, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ വ്യക്തമായി കാണുന്ന ഒരു വിശ്വാസികളായി, ദൈവമക്കളായി ആത്മീയ ജീവിതത്തിൽ ജയത്തോടെ ഒരുമിച്ച് മുന്നേറാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.